മുത്തശ്ശിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചട്നിപ്പൊടിയുടെ റെസിപ്പി എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ മുത്തശ്ശിയുടെ മണിമുത്തിൻ്റെ അരിയാണ് എടുക്കാറുള്ളത്. നല്ല പൊരിയണ അരി വേണമെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അരിയും അതുപോലെ തന്നെ കുരുമുളകുമാണ് കേട്ടോ. ആദ്യം നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ്. നമ്മളിങ്ങനെ കാപ്പിയിലൊക്കെ ഇങ്ങനെ അരിമണി ഇങ്ങനെ കഴിക്കാറില്ലേ, അതേപോലെ പൊരിഞ്ഞ് വരണം എന്നാണ് പറയുക. പിന്നെ കുറച്ച് ഉഴുന്ന് എടുത്തിട്ടുണ്ട്, അത് നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുകയാണ് കേട്ടോ. മുത്തശ്ശിയുടെ ചട്നിപ്പൊടിയിൽ എന്തൊക്കെയാണ് ചേർക്കണത് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. കൃത്യമായിട്ട് അളവൊന്നും പറയണില്ല കേട്ടോ. അപ്പോൾ ഉഴുന്ന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ വറുത്ത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ മുളകും നമ്മളൊന്ന് വറുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം നല്ലെണ്ണയിൽ വറുത്തെടുത്ത കായത്തിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ചേർക്കണത്. ഉപ്പും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ ചട്ടിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുറേ പേര് എന്നോട് ഞാൻ ഈ ഒരു ഡ്രസ്സ് സെറ്റ് ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു മെറൂൺ ഇതിൻ്റെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒന്ന് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ പോകുമെന്ന് വെച്ചിട്ടാണ് ഞാൻ വേഗം തന്നെ വീഡിയോ ഇടുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കോഡ് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചുരിദാർ സെറ്റ് തന്നെയാണ്. ഷോള്, പാൻറ്റ്, അതുപോലെ തന്നെ ടോപ്പൊക്കെ നല്ല വി നെക്കൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പാറ്റേൺ ഒക്കെ കാണാൻ ഒരു അജ്രക്ക് മോഡലാണ് കേട്ടോ. അന്ന് അജ്രക്ക് അല്ലേനും ഇത് ഇടാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മെറൂണിൻ്റെ ലിങ്ക് ഞാൻ മേലെ ടാഗ് ചെയ്യാം. ബ്ലാക്ക് ഉണ്ട്, പക്ഷെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇപ്പോൾ.